നമ്മളിന്ന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇന്ന് ഗൈഡഡ് സെഷൻ ഇല്ല, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതിലാദ്യം നമ്മൾ സംസാരിക്കുന്ന വിഷയം ഹിപ്നോസിസ് എന്താണ് അല്ലെങ്കിൽ ഹിപ്നോസിസ് എന്തല്ല. നമ്മൾ ഹിപ്നോസിസിനെ കുറിച്ച് പഠിച്ചു, എന്താണെന്ന് ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഹിപ്നോസിസിനെ കുറിച്ചുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം നോക്കാം. ഒന്ന് വളരെ ചുരുക്കി പറയാം. അതിനുശേഷം നമ്മുടെ ഹിപ്നോട്ടിക് സജഷൻസ് എങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഈ ട്രാൻസ്ലേക്ക് പോയത് കൊണ്ട് മാത്രമല്ല, നമ്മളിലൊരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് സജഷൻസ്. സോ എങ്ങനെയാണ് അതിനോടൊപ്പം സജഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാന വിഷയം. ഒന്നാമത് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഹിപ്നോസിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഹിപ്നോസിസ് സത്യവും മിഥ്യയും എന്താണ്. നമ്മൾ ആദ്യമേ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ കുറേ സംസാരിച്ചതാണ്. ഹിസ്റ്ററിയിൽ നമ്മൾ പറഞ്ഞതാണ് ഒരു കാലത്ത് മെസ്മറിസം അല്ലെങ്കിൽ ഒരു അമാനുഷിക സിദ്ധി പോലെയൊക്കെയാണ് കരുതപ്പെട്ടിരുന്നെങ്കിൽ പിന്നീട് ശാസ്ത്രീയമായ കണ്ടെത്തലുകളും പഠനങ്ങളും ഒരുപാട് പുരോഗമനങ്ങളും ഹിപ്നോസിസിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ അതീന്ദ്രിയമായിട്ടുള്ള ചില ചിന്താഗതികൾ അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള ഹിപ്നോസിസാണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും മെസ്മറിസം അതേപടി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ലെന്നില്ല. അത് വേറൊരു ശാഖയായിട്ടാണ് അത് നടക്കുന്നത്. രണ്ടും ഒന്നായിട്ടല്ല ഇപ്പോൾ പോകുന്നത്, രണ്ടും രണ്ട് സംഗതിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്? ഒന്നാമത് ഹിപ്നോസിനെ കുറിച്ചുള്ള പലരുടെയും ധാരണ എന്ന് പറയുന്നത് ഹിപ്നോസിസ് പഠിക്കാനും പ്രയോഗിക്കാനും അമാനുഷികമായ ചില കഴിവുള്ളവർക്കേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഞാനിതിൻ്റെ നോട്ട് റെഡി ആയിട്ടുണ്ട്, ഞാനത് നമുക്ക് ഇതിൽ അയച്ചു തരാം നിങ്ങൾക്ക് വാട്സാപ്പിൽ. അപ്പോൾ ഒന്നാമത് ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അമാനുഷികമായ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം കഴിവുകളുള്ള ചില ആളുകൾക്ക് മാത്രമേ ഹിപ്നോസിസ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ചില ധാരണ ചിലർക്കെങ്കിലും ഉണ്ട്. അപ്പോൾ അത് ഒരു തെറ്റായ ധാരണയാണ്. സാമാന്യമായിട്ട് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഹിപ്നോസിസ് പഠിക്കാനും പ്രയോഗിക്കാനും അവനവനെ തന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാനും മറ്റുള്ളവരെ ഹിപ്നോട്ടൈസ് ചെയ്യാനും സാധ്യമാണ്. അതിന് യാതൊരു സംശയമില്ല. ഇത് നമ്മളൊരു വയലിനോ ഒരു മൃദംഗമോ അല്ലെങ്കിൽ ഒരു കീബോർഡോ ഒക്കെ വായിക്കാൻ പഠിക്കുന്നത് പോലെ പഠിച്ച് പരിശീലിച്ചെടുക്കാവുന്ന ഒരു സ്കില്ലാണ്. കാരണം തീർച്ചയായിട്ടും അതിനകത്ത് പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, സൈദ്ധാന്തികമായിട്ട് അല്ലെങ്കിൽ തിയററ്റിക്കലായിട്ട് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ അത് പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ അതൊരു സ്കില്ലാണ്. അത് സ്കില്ല് പരിശീലനത്തിലുള്ള ഒരാൾക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അത് ആർക്കും പറ്റുന്നതാണ്, നോർമലി എല്ലാവർക്കും. പിന്നെ ചില ആൾക്കാർക്കുണ്ടല്ലോ സൈക്കോളജിക്കലി ചില ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ വോയിസിലൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. കാരണം ഹിപ്നോസിസ് കൂടുതലും നമ്മൾ കമ്മ്യൂണിക്കേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി ഇതൊരു അഡ്വാൻസ് ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതിനകത്ത് വെർബലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലൊന്ന് സംസാരിക്കാൻ പറ്റണം ഒരാൾ. വളരെ വോയിസൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവർക്ക് പോലും അസാധ്യമെന്ന് ഇങ്ങനെ പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും എന്ന് മാത്രം. അല്ലാതെ നോർമലായിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഹിപ്നോസിസ് പഠിക്കാനും പരിശീലിക്കാനും എല്ലാം സാധ്യമാണ്. അവനവനെ തന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാനോ മറ്റുള്ളവരെ ഹിപ്നോട്ടൈസ് ചെയ്യാനോ ഒക്കെ സാധ്യമാണ്. ഇനി രണ്ടാമത് ഹിപ്നോസിസിനെ കുറിച്ചുള്ള വലിയൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്ന ആൾ, നമ്മളിവിടെ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്ന ആളെ ഹിപ്നോട്ടി എന്നാണ് പറയുക. പൊതുവേ ഈ സബ്ജക്റ്റ് എന്നുള്ള വേർഡ് ഞാൻ ഉപയോഗിക്കാറില്ല. നിങ്ങൾ പഴയ ഹിപ്നോസിസിൻ്റെ ബുക്കുകളിലൊക്കെ വായിച്ചാൽ അറിയാം, സബ്ജക്റ്റ് എന്ന് പറയാറുണ്ട്. നമ്മളങ്ങനെ ഒരു വാക്ക് പൊതുവെ ഉപയോഗിക്കാറില്ല, എൻ്റെ മാസ്റ്റർ ഉപയോഗിക്കാറില്ല. നമ്മൾ ഹിപ്നോട്ടിസ്റ്റ്, ഹിപ്നോട്ടി എന്നാണ് പറയുക. ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്നയാളെ ഹിപ്നോട്ടി എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഹിപ്നോട്ടി പലപ്പോഴും ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടാനായിട്ട് വരുന്ന ഒരാൾക്ക് ഉള്ളൊരു ഭയമെന്ന് പറയുന്നത് ഈ ഹിപ്നോട്ടിക് അവസ്ഥയിൽ ആയിക്കഴിഞ്ഞാൽ ഈ ഹിപ്നോട്ടിസ്റ്റ് പറയാതെ ഉണരാൻ പറ്റില്ലേ. ഇനി ഇൻ കേസ് ഹിപ്നോട്ടിസ്റ്റ് ബോധക്കെട്ട് പോവുമോ അല്ലെങ്കിൽ ഹിപ്നോട്ടിസ്റ്റ് മരിച്ചു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ ആ അവസ്ഥയിൽ തന്നെ ആയിപ്പോവോ, അതിൽ സ്റ്റക്കായി പോവോ എന്നുള്ള തെറ്റിദ്ധാരണ പല ആളുകൾക്കും ഉണ്ട്. അങ്ങനെ ഒരു ധാരണകൾ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? നിങ്ങളാരെങ്കിലും അങ്ങനെ ധരിച്ചിട്ടുള്ളവരുണ്ടോ?
വോയിസ് കിട്ടുന്നില്ല? അതൊരു സംശയം തന്നെയാണ്. ഇല്ല വോയിസ് സാർ, ക്ലിയർ അതൊരു ആണോ? സമയം കഴിഞ്ഞാൽ നോർമലായിട്ട് വരുമെന്നാണ് ആ, മനസ്സിലാക്കിയുള്ളത്. അതെ 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 അതെ. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളവരുണ്ട്. ആ ഉള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ ഭാവിയിൽ ഒരു ഹിപ്നോട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റോ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അരികെ വരുന്ന ആളോട് നിങ്ങളിത് കൃത്യമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഒരാൾ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രാൻസിലേക്ക് ആയിക്കഴിഞ്ഞാൽ, നമ്മൾ ട്രാൻസ് ഹിപ്നോസിനെ കുറിച്ചാണ് ഇവിടെ കൂടുതലും സംസാരിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ ട്രാൻസോ സ്ലീപ്പോ അല്ല ഹിപ്നോസിസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. എങ്കിലും ഒരു കൺവെൻഷണൽ രീതിയിൽ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിൽ ഒന്ന് മയങ്ങി കിടക്കുന്നതിന് ആ ഒരു അവസ്ഥയാണല്ലോ പൊതുവെ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മയക്കത്തിൽ ഒരു ഹിപ്നോട്ടിക് ട്രാൻസിലെത്തിയ ഒരാളെ സംബന്ധിച്ച് ഹിപ്നോട്ടിസ്റ്റ് കുറച്ചു നേരം അയാളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇയാൾ എന്നോട് സംസാരിക്കുന്നില്ല എന്ന് തോന്നൽ വന്ന ഉടനെ അയാൾ കണ്ണു തുറക്കും നോർമലി. ചില ആളുകൾ ചില കേസിൽ അവർ ടയേർഡൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെയല്ലേ ചിലപ്പം വെറുതെ ഒന്ന് മയങ്ങാൻ കിടന്നാൽ അങ്ങ് പോകാറില്ലേ ചില സമയത്ത് നമ്മൾ തന്നെ. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇതിപ്പോൾ ഒരു വിശ്രാന്തി അവസ്ഥ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ഒറിജിനൽ ഉറക്കത്തിലേക്ക് വഴുതി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധാരണ ഉറക്കത്തിലേക്ക് പോയിട്ട് പിന്നെ സാധാരണ ഒരു ഉറക്കം എഴുന്നേറ്റ് വരുന്ന പോലെ എഴുന്നേറ്റ് വരികയും ചെയ്യും. അങ്ങനെ ഈ രണ്ട് രീതിയിലേ സംഭവിക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു ഹിപ്നോട്ടിക് സോക്കോൾഡ് ഹിപ്നോട്ടിക് സ്റ്റേറ്റ് അതിനകത്ത് സ്റ്റക്കായി പോകുന്നില്ല ആരും. അതൊരിക്കലും സംഭവിക്കില്ല. അങ്ങനെ ഒരു ഭയപ്പാടിൻ്റെ ആവശ്യം ആർക്കുമില്ല. അത് സാധാരണഗതിയിൽ ആളുകളിലുമാണ്. മറ്റൊന്ന്, അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു വലിയൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനഃശക്തി ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ വിവരമില്ലാത്ത ആൾക്കാർ, പാവങ്ങളെ മാത്രമേ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അവനൊരു പാവം, അതുകൊണ്ട് അവനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റി. അല്ല, ഞങ്ങളൊക്കെ ഇച്ചിരി മനസ്സിന് തൻ്റെ ഇടമുള്ള ആൾക്കാരാണ്, ഞങ്ങളെ ഒന്നും ആർക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ആൾക്കാർ ധരിക്കാറുണ്ട്. പക്ഷേ അത് വളരെ വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. ആക്ച്വലി ഒരാളുടെ വിൽ പവറോ അല്ലെങ്കിൽ അയാളുടെ വിവരമോ ഒന്നും ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിന് സഹായിക്കത്തുമില്ല, മറിച്ച് തടസ്സവുമല്ല. ഒൺലി തിങ്, ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്ന ആളിന് നല്ല രീതിയിലുള്ള ഏകാഗ്രതയും നല്ലൊരു ഇമാജിനേഷൻ, ഭാവനാശക്തിയും ഉണ്ടെങ്കിലും അവരെ പെട്ടെന്ന് നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാം. അവർക്ക് ആക്ച്വലി നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളൊരാളെ ഹിപ്നോട്ടൈസ് ചെയ്യുക എന്നുള്ള വേർഡ്, ആ ഒരു പ്രയോഗം തന്നെ യഥാർത്ഥത്തിൽ ശരിയല്ല. നമ്മളൊരാളെ ഹിപ്നോട്ടിക് അവസ്ഥയിലേക്ക് പോകാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അവരെ അതിലേക്ക് എത്താനായിട്ട് അവരുടെ ഏകാഗ്രതയും അവരുടെ ഭാവനാശക്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ശക്തിയൊന്നുമില്ല. ഒരു ഹിപ്നോട്ടിസ്റ്റിന് പ്രത്യേകിച്ച് അമാനുഷിക ശക്തികളൊന്നുമില്ല. ഒൺലി തിങ് ഹി ഹാസ് എ സ്കിൽ ടു ഗൈഡ് ദം. ഒരു ടീച്ചറിന് ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള കഴിവുള്ള പോലെ, അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്ന ഒരാൾക്ക് പാടാനുള്ള കഴിവുള്ളതുപോലെ, ഒരു ഹിപ്നോട്ടിസ്റ്റിന് ഒരാളെ ഗൈഡ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്, അതിലുള്ള അറിവുമുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ അറിവും അയാളുടെ ആ ഒരു പരിശീലിച്ചുള്ള കഴിവ് ഉപയോഗിച്ച് അയാൾ ഒരു ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ ഇയാളെ ഗൈഡ് ചെയ്യുകയാണ്, ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറയും. അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്ന ആളുടെ ഏകാഗ്രത അയാളുടെ ഭാവനാശക്തിയെ ആശ്രയിച്ചിരിക്കും അയാൾക്ക് അതിലേക്ക് പോകാനായിട്ട് സാധിക്കുക. അതും ഓരോരുത്തർക്കും ഓരോ മൂഡിൽ വ്യത്യാസം ഉണ്ടാകും. ചില സമയത്ത് നമ്മുടെ മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അതേ ആൾ പിറ്റേ ദിവസം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വേഗത്തിൽ പോയെന്ന് വരും. അപ്പോൾ അത് സാഹചര്യത്തിനനുസരിച്ച് മാറും. ഒരാൾക്കൊരു സജഷനെ സ്വീകരിക്കാനുള്ള ആ ഒരു അയാളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ അയാൾ സമ്മതമാണെങ്കിൽ ഒരാളുടെ പെർമിഷനോടുകൂടി ഒരാളെ ഹിപ്നോട്ടിക് അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത്, അയാൾ നല്ല മനത്തൻ്റെയോടും വിൽപ്പവറൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. കാരണം അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയേക്കും നന്നായിട്ട്. അത്രയേ ഉള്ളൂ. പിന്നെ യഥാർത്ഥത്തിൽ വിവരമില്ലാത്ത ആൾക്കാരെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപടി മനസ്സിലാക്കില്ല. അവർ വേറെ രീതിയിലൊക്കെ വളച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വെച്ചുകൊണ്ട് വേറെ കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാതെ ചിന്തിച്ച് കൊണ്ടുപോകുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരെ ഹിപ്നോസിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരാൾ വളരെ ഈസി ആയിട്ട് ഹിപ്നോട്ടിക് സ്റ്റേജിലേക്ക് പോകും. അതാണ് സത്യവും, അതാണ് ഞങ്ങളുടെ എല്ലാം അനുഭവം, അതുതന്നെയാണ്. അപ്പോൾ ഹിപ്നോട്ടിസിലേക്ക് സ്റ്റേജിലേക്ക് പോകാനായിട്ട് അയാൾ വലിയ വിൽ പവർ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ അയാൾ വലിയൊരു
നല്ല ഏകാഗ്രതയും നല്ല ഭാവനാശക്തിയുള്ള ഒരാളെ കൊണ്ടുപോകാം. പക്ഷേ മനസ്സ് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുകളെ ഹിപ്നോട്ടിക് ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നാലാമത്, പല ആൾക്കാരും വിചാരിക്കുന്ന സിനിമകളിലോ അല്ലെങ്കിൽ കഥകളിലോ ഒക്കെ കേൾക്കുന്നതാണ്, അത് ഹിപ്നോട്ടിസ്റ്റ് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവരുടെ മനസ്സിൻ്റെ കൺട്രോളൊക്കെ ഏറ്റെടുത്തിട്ട് അവരെ കൊണ്ട് ഇയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഹിപ്നോട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അതൊരിക്കലും സാധ്യമല്ല. ഒരിക്കലും ഒരു ഹിപ്നോട്ടിസ്റ്റിന് ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് അവരെ കൊണ്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താണ് സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വളരെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. അയാളൊരു പാട്ടുകാരനാണെങ്കിൽ അയാളെ കുറച്ചും കൂടെ മികച്ച ഗായകനാക്കാൻ പറ്റും. അയാളൊരു ഡാൻസർ ആണെങ്കിൽ അയാളെ കൊണ്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അയാളൊരു പബ്ലിക് സ്പീക്കർ ആണെങ്കിൽ അയാളെക്കുറിച്ച് കുറച്ചും കൂടെ നല്ല രീതിയിൽ നല്ലൊരു പബ്ലിക് സ്പീക്കർ ആക്കാനായിട്ട് ഒരു ഹിപ്നോട്ടിസ്റ്റിന് അയാളെ സഹായിക്കാൻ പറ്റും. അതല്ലാതെ ഒരാളെ കൊണ്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യിക്കാൻ പറ്റത്തില്ല. ഇത് പലപ്പോഴും ആൾക്കാർ ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്ന സ്റ്റേജ് ഹിപ്നോട്ടിക് ഷോയിലുകളാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടെ സ്റ്റേജ് ഹിപ്നോട്ടിക് ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം അതൊരു ഷോയാണ്. അപ്പോൾ അതിനകത്ത് കാണുന്ന ആളുകൾക്ക് വിചാരിക്കുന്നത് ഈ ഹിപ്നോട്ടിസ്റ്റ് ഇവരുടെ കൺട്രോൾ മുഴുവനും ഏറ്റെടുത്തിട്ട് ഇവരെ കൊണ്ട് അയാൾ ചെയ്യിപ്പിക്കുകയാണ്. ആക്ച്വലി ആ അവസ്ഥയിൽ പോലും അവർക്ക് ബോധമുണ്ട്. അവർ ആ ബോധത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ് സത്യം. അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്, അറിയാതെയല്ല. പക്ഷേ അവരെ എഗ്രി ചെയ്തുകൊണ്ടാണല്ലോ അവർക്ക് പല പ്രതിഭാസങ്ങളും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ എഗ്രി ചെയ്യാതെ പറ്റില്ലല്ലോ. മറ്റ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഹിപ്നോട്ടിസ്റ്റ് അവസ്ഥയിൽ നമ്മൾ ബോധം പോകുമെന്നുള്ളതാണ്. ഒരിക്കലും ഹിപ്നോട്ടിക് അവസ്ഥയിൽ നമുക്ക് ബോധം പോകുന്നില്ല. മറിച്ച് ഹിപ്നോട്ടിക് അവസ്ഥയിൽ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ അലേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ നമ്മുടെ ആ അവയർനെസ്സിനെ നമുക്ക് ഒരു ഐഡിയയിലേക്ക് ഫോക്കസ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ബ്രാക്കറ്റ് ഔട്ട് ആവും. അതായത് ഒരു ഹിപ്നോട്ടിസ്റ്റ് അവർക്കൊരു അസുഖമുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു എന്തെങ്കിലും ഒരു ഗോളുണ്ട്. ആ ഗോളിലേക്ക് മാത്രം മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്നത് കൊണ്ട് അവർ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആ സമയത്ത് ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അല്ലാത്ത സമയങ്ങളിൽ പോലും ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂലങ്കുഷമായി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയൊരു ഡിബേറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വളരെ ഏകാഗ്രതയോടെ ഒരു പുസ്തകം വായിക്കുന്നു. ഈ സമയത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ കുറേ നേരത്തേക്ക്. അല്ലെങ്കിൽ നമ്മളൊരു മൂവി കാണുന്നു, ഈ സമയത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല, അതിൽ മാത്രം ലയിച്ചിരിക്കുകയാണ്. എന്ന് പറയുന്ന പോലെ ഹിപ്നോസിസിൽ അങ്ങനെ ഒരു ലയനം നടക്കുന്നുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഐഡിയയിലേക്ക് നമ്മുടെ മൈൻഡിനെ നമ്മൾ കൊണ്ട് ലയിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അപ്പുറമുള്ള പല കാര്യങ്ങളും ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഈവൻ ആ സമയത്ത് നമുക്ക് ശ്രദ്ധയെ വൈഡൻ ചെയ്യാനും വികസിപ്പിക്കാനും സാധ്യമാണ്, എല്ലാം കേൾപ്പിക്കാനും സാധ്യമാണ്. അപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ആ ബോധത്തെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണോ അതോ അതിനെ സ്പ്രെഡ് ചെയ്യണോ എന്നുള്ളത് ആ ഹിപ്നോട്ടിസ്റ്റ് പറയുന്ന അനുസരിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് ആ ഹിപ്നോട്ടിക്ക് പോകാൻ സാധിക്കും. ആ അവസ്ഥയിൽ ഒരു ട്രാൻസ് സ്റ്റേജിൽ വളരെ നല്ലൊരു ഏകാഗ്രതയിലേക്ക് പോകാനും സാധിക്കും. നമ്മുടെ ശ്രദ്ധയെ വളരെയധികം വികസിപ്പിക്കാനും നമുക്ക് സാധിക്കും. ശ്രദ്ധയെ വികസിപ്പിക്കുന്ന പൊതുവേ നമുക്കൊരു മെഡിറ്റേഷൻ സ്റ്റേജിലൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷൻ്റെ ഒക്കെ പ്രാക്ടീസസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, മെഡിറ്റേഷൻ പ്രാക്ടീസിൻ്റെ ഒരു പകുതിയോളം നമ്മൾ സെൽഫ് ഹിപ്നോസിസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. സ്വസ്ഥമായിട്ടിരിക്കുക, ബ്രീത്ത് ചെയ്യുക, റിലാക്സ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ചെയ്യുന്നത്. സെൽഫ് ഹിപ്നോസിസിൻ്റെ അതേ പ്രാക്ടീസാണ്. കാരണം ആ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോധത്തെ വൈഡൻ ചെയ്യാനോ, ഇപ്പം നമ്മൾ ഇപ്പം ഈ അവെയർനെസ് പ്രാക്ടീസസ് ഉണ്ടല്ലോ, അതായത് മൈൻഡ്ഫുൾനെസ് പോലുള്ള പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ വിശാലമായ അവെയർനെസ്സിലേക്ക് പോകാനായിട്ടോ, അല്ലെങ്കിൽ ത്രാടകം പോലുള്ള യോഗ മെഡിറ്റേഷൻസ്, യോഗ മെഡിറ്റേഷൻ അല്ല, ത്രാടകക്രിയ പോലുള്ള കാര്യങ്ങൾ ഒരേ സ്ഥലത്തേക്ക് മൈൻഡിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ചെയ്യണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ചക്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ചക്രാസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനോ ഒക്കെ ഈ ഒരു സ്റ്റേറ്റിൽ എത്തിയിട്ട് നമുക്ക് ഈസി ആയിട്ട് സാധ്യമാണ്. പിന്നെ അടുത്തത് ഹിപ്നോട്ടിക് അവസ്ഥയിൽ ഒരാളുടെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാം. ഇത് മുമ്പ് പറഞ്ഞ ചോദ്യത്തിന് ഒരു ഉത്തരം തന്നെയാണ്. അതായത് ഹിപ്നോട്ടിക് അവസ്ഥയിൽ ഒരിക്കലും ഒരാളുടെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാനൊന്നും പറ്റില്ല. കാരണം ആ സമയത്ത് അയാൾ നല്ല ബോധമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹിപ്നോട്ടിക് അവസ്ഥയിൽ ആൾ അബോധാവസ്ഥയിലല്ല, സാധാരണ ഉള്ളതിലും അലേർട്ടായിരിക്കുന്ന അവസ്ഥയാണ് ശരിക്കും ഹിപ്നോട്ടിക് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അയാൾക്ക് രഹസ്യം പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ എന്താണ് സാധ്യം? മറന്നുപോയെന്ന് നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. അത് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ളത് 2 വയസ്സിന് മുമ്പുള്ള കാര്യങ്ങൾ നമുക്ക് മെമ്മറിയിൽ ഇല്ലെന്നാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2 വയസ്സിന് മുമ്പ് ഉള്ള മെമ്മറി
ഒരാൾ പറഞ്ഞു നല്ല രീതിയിൽ. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ സ്വന്തമായ ഒരു അന്വേഷണം നടത്തി അയാൾക്കത് ആ ന്യൂസ് അയാൾ അറിയാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ, എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്നറിയാൻ ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ട് എനിക്കൊരു സാധ്യതയും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ 2 വയസ്സിന് മുമ്പുള്ള ഒരു മെമ്മറി പോലും കൊണ്ടുവരാനായിട്ട് സാധ്യമാണ് എന്നുള്ളത് എൻ്റെ ഒരു അനുഭവത്തിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ആയിട്ട് എടുക്കണ്ട. എൻ്റെ അനുഭവത്തിൽ എനിക്കത് സാധിച്ചിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പേരിലൊരു എൻ്റെ സ്വന്തമായ രീതിയിലൊരു റിസർച്ച് ഞാൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കേട്ടിട്ടുള്ളത് 2 വയസ്സിന് മുമ്പ് നമുക്ക് നമ്മുടെ മെമ്മറി ഇല്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഹിപ്നോസിസിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്നത്. അതായത് ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു അമാനുഷികനായിരിക്കണം, അല്ല, ഒരിക്കലും ഇല്ല. ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് ഹിപ്നോട്ടിസ്റ്റ്. അതുപോലെ ഹിപ്നോട്ടിസ്റ്റുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുക, അതുപോലെ ബോധമില്ലാത്ത അല്ലെങ്കിൽ മനക്കട്ടയില്ലാത്ത പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വിശ്വാസം. അതുപോലെ തന്നെ വേറൊരു അനുഭവം ഞാൻ ഇവിടെ കുവൈറ്റിൽ ഞാനൊരു പ്രോഗ്രാം ചെയ്ത സമയത്ത് അതിൽ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അരികെ വന്നു. അദ്ദേഹം തീർച്ചയായിട്ടും ഫസ്റ്റ് നമ്മളെ അഭിനന്ദിച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു, ശരിക്കും ഈ ഹിപ്നോട്ടൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സജസ്റ്റബിളായിട്ടുള്ള ആൾക്കാരെ മാത്രമല്ലേ നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരിയാണ്, സജസ്റ്റബിളായിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സജസ്റ്റബിൾ അല്ലാത്ത ഒരാളെ നിങ്ങൾ കാണിച്ചു തരാമോ? സജസ്റ്റബിൾ അല്ലാത്ത ഒരു മനുഷ്യനെ കാണിച്ചു തരാമോ? സജസ്റ്റബിൾ അല്ലാത്ത ആരും ഈ ലോകത്തില്ല. എല്ലാ മനുഷ്യരും, മിൽട്ടൺ എറിക്സൺ പറയുന്നത് സജസ്റ്റബിൾ അല്ലാത്ത ഒരാളും ഈ ലോകത്തില്ല. പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും സജസ്റ്റബിൾ ആയിരിക്കുന്നത്. ആ ആളെ അറിഞ്ഞ് അതിനനുസരിച്ചുള്ള സജഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ സ്കില്ലെന്ന് പറയുന്നത്. അപ്പോൾ സജസ്റ്റബിൾ അല്ലാത്ത ഒരാളും ഈ ലോകത്തില്ല. പക്ഷേ ഒരു സജഷൻ കൊടുക്കുന്നത് ഒരാൾക്ക് നല്ലവണ്ണം എഫക്റ്റ് ചെയ്യുമെങ്കിൽ അതേ സജഷൻ വേറൊരാൾക്ക് അതുപോലെ ഇഫക്റ്റ് ആവണമെന്നില്ല. കാരണം പേഴ്സണാലിറ്റിയിലുള്ള ഡിഫറൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പേഴ്സണാലിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ ആൾക്ക് കൊടുക്കേണ്ട രീതിയിലുള്ള കറക്റ്റ് സജഷൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അയാളുടെ സ്വഭാവത്തിനും അയാളുടെ സാഹചര്യത്തിനും അനുസരിച്ചുള്ള സജഷൻസ് കൊടുത്താൽ ആ സജഷൻ വർക്ക് ചെയ്യും. അതാണ്. അപ്പോൾ എല്ലാവരും സജസ്റ്റബിളാണ്. പക്ഷേ അതിന് തീർച്ചയായിട്ടും റേഞ്ച് വ്യത്യാസമുണ്ടോ, ഏറിയും കുറഞ്ഞും ഇരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ കുറവുണ്ട്. പക്ഷേ സീറോ സജസ്റ്റബിലിറ്റിയുള്ള ഒരാളും ഈ ലോകത്തില്ല. ഒരു മിനിമം ലെവലെങ്കിലും സജസ്റ്റബിലിറ്റി ഉള്ളവരിൽ നമുക്ക് ചേഞ്ച് വർക്ക് ചെയ്യാൻ പറ്റും. അവരിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അവർക്ക് ഹിപ്നോസിസ് ഉപകാരപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സാമാന്യ ബോധമുള്ള 100% ആളുകൾക്കും ഹിപ്നോസിസ് ഫലപ്രദമാണ്, പ്രയോജനപ്രദമാണ്. ഇതാണ് ഹിപ്നോസിസിനെ കുറിച്ചുള്ള കുറേ തെറ്റിദ്ധാരണകൾ നിലവിലുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.